ഇന്ന് നമുക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള 2 സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നും വരുന്നില്ല കേട്ടോ. കുറച്ച് A4 ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കാർട്ടൺ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ ബോക്സ്. ഇനി നമുക്ക് ഈ A4 വെച്ചിട്ട് നമ്മുടെ ഈ ബോക്സ് ഫുള്ള് കവർ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് എക്സ്ട്രാ വരുന്ന ഇങ്ങനത്തെ പോർഷൻസ് എല്ലാം ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ബോക്സിന് തിക്നെസ് കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഈ വേണ്ടാത്ത കുറച്ച് സെല്ലോ ടേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പറിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് അതിനകത്ത് സ്റ്റിക്ക് ആവില്ല. A4 എല്ലാം ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യണ രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഫെവിക്കോൾ ആണ്. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ ടേപ്പ് അല്ലെങ്കിൽ ഡബിൾ സൈഡ് ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. നിങ്ങൾ ഇത് ഗം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ എഡ്ജസ്റ്റിലും ഗം ആയിട്ടുണ്ടോ, പേപ്പർ എല്ലാ എഡ്ജസ്റ്റിലും ഒട്ടിയിട്ടുണ്ടോ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും എഡ്ജസ്റ്റിന്റെ അവിടെ നിന്ന് പറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്ട്രാ വരുന്ന A4 പീസ് ഞാൻ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഇതിങ്ങനെ കുറച്ച് ഗ്യാപ്പ് വരും കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ഫില്ല് ചെയ്യാം. അങ്ങനെ A4 വെച്ചിട്ട് ഞാൻ അത് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുവാണ്. ഇത് നിങ്ങളുടെ ഐഡിയക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ A4 വേണമെന്നൊന്നുമില്ല, പ്രിന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്യാം. നിങ്ങളുടെ ഐഡിയക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഇതാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, അധികം ചിലവും വരുന്നില്ലല്ലോ. അപ്പോൾ ഇത് ഫുൾ അങ്ങനെ ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പഴയ ഒരു കാർട്ടൺ ബോക്സ് ആണ്, പെട്ടെന്നൊന്നും അങ്ങനെ തോന്നിട്ടില്ല കേട്ടോ. താഴത്തെ പോർഷൻ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. താഴത്ത് കാണത്തില്ല. ഈ പ്ലെയിൻ ബോക്സിനെ നമുക്ക് കുറച്ച് കുട്ടപ്പനാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് കളർ പെയിന്റ് എടുത്തിട്ടുണ്ട്. ഈ പിങ്ക് കളർ പെയിന്റ് വെച്ചിട്ട് ഒരു ബോ വരക്കാനാണ് എൻ്റെ പ്ലാൻ. റെഡി ആവോ ഇല്ലെന്നൊന്നും എനിക്കറിയാം. ഞാനിപ്പോൾ ഇവിടെ പിങ്ക് കളർ ബോ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. കുറച്ച് എസ്തെറ്റിക് ലുക്ക് തോന്നുകയും ചെയ്യാലോ വെച്ചിട്ടാണ്. സംഭവം ഇത് റെഡി ആയിട്ടൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം ബോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ കേട്ടോ. അങ്ങനെ ഞാൻ 2 ബോക്സും ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. എൻ്റെ ടേബിളിലെ താഴത്തെ വശം ഫുൾ അലമ്പായിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ഇതേ സെയിം തന്നെ ഒരു 6-7 മാസം മുമ്പ് ഉണ്ടാക്കിയൊരു സ്റ്റോറേജ് ബോക്സ് ആണ്. ഇത് സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്താണ്. അത്ര ഫിനിഷിംഗ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഇങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ വേണം.